ഈ മാക്ക പൊറോട്ട അടിക്കുന്ന അണ്ണന്റെ കടയാണ് ഇത്. 2 കിലോ ബീഫ് ഒരു നാടൻ കോഴിയും കൊണ്ട് തുടങ്ങിയ കടയാണിത്. ഇപ്പൊ അണ്ണന്റെ പൊറോട്ടയും നാടൻ കോഴി പെരട്ടും കഴിക്കാൻ ഇവിടെ ക്യൂ ആണ്. രാവിലെ 11 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് അണ്ണന്റെ കച്ചവടങ്ങളും മറ്റും. ഉച്ചയ്ക്ക് വന്ന പൊളപ്പം ബിരിയാണികളും മറ്റും കഴിക്കാം. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ് സ്പെഷ്യലുകളും മറ്റും ഇവിടെ കിട്ടുന്നത്. പൊറോട്ടയും പൂരിയൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി ഐറ്റം പുട്ടുകളും നാടൻ കോഴി പെരട്ടുമാണ് ഇവിടത്തെ സ്പെഷ്യൽ. പുട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയും പുട്ട് ഇവിടെയുണ്ട്. ഇങ്ങനെ പോയാൽ ഇത് നമ്മളെ ദിലീപ് അണ്ണന്റെ പുട്ടുകടയ്ക്ക് ഒരു ഭീഷണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അണ്ണ ഒറ്റയ്ക്കല്ല, കൂടെ മരിച്ച് പണിയെടുക്കാനായി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയും ഉണ്ട്. പയ്യെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പൊറോട്ട അടിയിൽ ഇവനെ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. പയ്യന് കൂടുതൽ ശമ്പളവും ബോണസും നാട്ടിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പയ്യൻ നമ്മൾ അണ്ണനെ വിട്ട് വരൂലെന്നാണ് പറയണത്. അണ്ണന്റെ കടയിലെ സ്ഥലങ്ങളും മറ്റും പറഞ്ഞില്ലെന്ന് പറയരുത്. തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാമ്പാറയിലാണ് അണ്ണന്റെ ഈ പുട്ടും പരട്ടും കട. അണ്ണന്റെ കടയിലെ പുട്ടിന്റെ മുഴുവൻ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പുട്ടെന്ന് കരുതി തള്ളിയതല്ല, നല്ല പൊളപ്പം വീഡിയോ ആണ്. സത്യം. പൊറോട്ട അടിക്കാൻ ആളെ വേണോ? തൽക്കാലം എന്റെ ഉണ്ട് ആസാമിൽ നിന്നാവും മതിയല്ലേ? ഇപ്പൊ നമ്മളെ മലയാളികളെ വേണ്ടല്ലേ? നമ്മൾ വെറൈറ്റി പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 24 വെറൈറ്റി പുട്ടാണ്. ദിലീപിന്റെ കട പൊട്ടിക്കോ? പൊറോട്ടയല്ലേ ഏറ്റവും പാടുള്ള ജോലി? ഏറ്റവും പാടുള്ള പണി എന്ന് പറഞ്ഞാൽ പൊറോട്ട തന്നെയാണ്. ലിവർ പെരട്ടാണ് നമ്മളെ ഈ കടയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലിവർ പെരട്ടും ചിക്കൻ തോരനും. ഇതാണ് ഇവിടുത്തെ ബീഫ് പെരട്ടാണ്. ബീഫ് പെരട്ടാണ്. മലയാളികൾ ജോലി ചെയ്യത്തില്ലല്ലോ. ചെയ്യും ചേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് പണി. തീർച്ചയായിട്ടും ഞാൻ എന്റെ മോനെ പോലെ നോക്കാം. നജീബിന് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. നജീബ് അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും.